രാഹുൽ ഗാന്ധി വീണ്ടും വരികയാണ് വയനാട്ടിലേക്ക്. അപ്പോൾ രാഹുൽ ഗാന്ധി ഷുവർ സീറ്റായ വയനാട്ടിലും തോറ്റുപോയേക്കാം എന്ന ഭീതിയുള്ള അമേഠിയിൽ കൂടിയാണോ മത്സരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണത്തെ അതേ ആവർത്തനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നത് ഇത്തവണത്തെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു അസ്വാഭാവികമായിട്ട് കാണേണ്ടതില്ല. 2019 സംബന്ധിച്ചിടത്തോളം അത് വലിയ നാടകീയത നിറഞ്ഞ, സസ്പെൻസ് നിറഞ്ഞൊരു തീരുമാനമായിരുന്നു, വലിയ പുതുമയായിരുന്നു, ഒരു നവ്യാനുഭവമായിരുന്നു. പക്ഷേ അദ്ദേഹം സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ആ സിറ്റിംഗ് സീറ്റിലെ വോട്ടർമാരോട് അദ്ദേഹം പുലർത്തുന്ന ഒരു നീതിയായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരം, വലിയൊരു ജനകീയ തരംഗം ഉണ്ടാക്കുമെന്നൊക്കെ ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലില്ലേ? ഞാനിപ്പോ കഴിഞ്ഞ തവണത്തെ അനുഭവം രാഹുൽ ഗാന്ധി ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന് മോദി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പം നരേന്ദ്രമോദിയോടും BJP-യോടും നേരിട്ട് മുട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ലീഡർക്ക്, ഒരു ഫേസിന് ഉത്തരേന്ത്യയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കറിയാമല്ലോ. ഐക്കൺസ് തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളം പോലെയുള്ള ഒരു ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥലത്താണോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡർ വന്ന് മത്സരിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ക്വസ്റ്റ്യൻ ഇല്ലേ? കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. നിഷാദേ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളത് BJP-ക്കാർക്ക് എന്തും പറയാം, അവരത് പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനെ നിങ്ങൾ ന്യായീകരിക്കരുത്. കാരണം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും മത്സരിച്ചിരുന്നു, പുറമെ ഇവിടെ സൗത്തിൽ വയനാട്ടിലും മത്സരിച്ചു. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയുടെ നേതാവിനോട് മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ സിറ്റിംഗ് സീറ്റിൽ അങ്ങനെ ഒരു ഘടകകക്ഷി മത്സരിക്കാതിരിക്കാനുള്ള മാന്യതയല്ലേ കാണിക്കേണ്ടത്? എല്ലാ കോൺഗ്രസ് കാണിക്കേണ്ട മാന്യതയെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചു പോകുന്നതിൽ എന്തർത്ഥമുള്ളത്? ആനി രാജയുടെ സിറ്റിംഗ് സീറ്റോ, അവർക്ക് ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും അവിടെ വന്ന് പരിചയം പോലും ഇല്ല, അവരിങ്ങോട്ട് വരാതിരിക്കലല്ലേ മര്യാദ? അത്തരമൊരു മര്യാദകളെ കുറിച്ചുള്ള ചർച്ചകൾ പോകാതെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കുന്നത് ഇവിടേക്ക് കടന്നു വന്ന ആനി രാജയോടും അവരുടെ പാർട്ടിയോടൊക്കെ കാണിക്കുന്ന അന്യായമാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിൽ അതിൽ ശരിയില്ല. നിഷാദെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത്. ഒരു അർദ്ധസമ്മതെങ്കിലും മുഴുവായിരുന്നു. ശരി, പക്ഷെ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു, അതിന്റെ ഫലം എന്തായിരുന്നു നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നിട്ട് കൂടി നിങ്ങളത് ആവർത്തിക്കുകയാണോ എന്ന് ചോദിക്കുക ഞാൻ.